അഡ്വാൻസ് കോഴ്സ് പാഠങ്ങൾ തുടരുകയാണ്. പാർട്ട് 3യിൽ നാം ഡിവിഷണൽ ചാർട്ടിനെ കുറിച്ചാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ പാഠങ്ങളിലായി നാം D2 ചാർട്ട് അഥവാ ഹോരയെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. എങ്ങനെ ഹോര ചാർട്ട് തയ്യാറാക്കാമെന്നും ഒപ്പം തന്നെ അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള പ്രയോജനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിനെ എങ്ങനെ പ്രയോഗിക്കണം, ഒരു ജാതക ചിന്തയിലായാലും ശരി അല്ലെങ്കിൽ ഒരു പ്രശ്ന ചിന്തയിലായാലും ശരി, എങ്ങനെയൊക്കെ അതിനെ നമുക്ക് കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം എന്ന് നാം മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ചാർട്ടിലേക്ക് വരാം. D3 ചാർട്ട് അഥവാ ദ്രേക്കാണം. ഒരുപക്ഷെ വളരെയധികം പ്രധാനപ്പെട്ട എല്ലാ ഭാവങ്ങളും അല്ലെങ്കിൽ എല്ലാ ഡിവിഷണൽ ചാർട്ടുകളും നമുക്ക് പ്രാധാന്യം തന്നെയാണ്. എന്നാൽ അതിലൊക്കെ ഉപരി ഒരു വ്യക്തിയുടെ, ഒരു ഗ്രഹജാതകൻ്റെയോ ജാതകയുടെയോ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വർഗ ചാർട്ടാണ് ദ്രേക്കാണം എന്ന് പറയുന്നത്. 10ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ള D10 ചാർട്ട്, ഒപ്പം തന്നെ നവാംശക ചാർട്ടൊക്കെ തന്നെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ അതിന് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ അത്തരം ചിന്തകളിൽ, കർമ്മചിന്തയിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ 6ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള 6ാം ഭാവ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകളായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ തന്നെ സപ്പോർട്ടീവായിട്ട് നമുക്ക് എടുത്ത് പരിശോധിക്കുവാനും അല്ലെങ്കിൽ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളിൽ ഈ 3ാം ഭാവത്തിൻ്റെ പ്രാധാന്യം തീർച്ചയായിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം D3 ദ്രേക്കാണം ചാർട്ടിൻ്റെ പഠനത്തിലൂടെ. വളരെ പ്രധാനപ്പെട്ട കാരകത്വങ്ങൾ. ഒന്ന്, ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളെ അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയും അല്ലേ, എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങൾ ആ വ്യക്തിയുടെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എനർജിയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അതുകൊണ്ടാണ് ഇതിനെ വീര്യസ്ഥാനമെന്ന് ഒപ്പം തന്നെ ധൈര്യസ്ഥാനമെന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. 3ാം ഭാവം ഒരു വ്യക്തിയുടെ പരിശ്രമം, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇളയ സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഉള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ ഇടയുള്ള അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ ചിന്തകളും, ഇളയ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള ചിന്തകൾക്കും നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഭാവമാണ് 3ാം ഭാവം. അല്ലെങ്കിൽ അതിൻ്റെ വിശദമായിട്ടുള്ള പഠനത്തിലേക്ക് വരുമ്പോൾ ദ്രേക്കാണ് ചാർട്ട്. ഒപ്പം തന്നെ ഹെൽപ്പ് അല്ലെങ്കിൽ സഹായം ഒരു വ്യക്തിക്ക്, ഒരു ജാതകനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു പ്രശ്ന ചിന്തയുമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ക്ലയൻറ്റിനായിക്കൊള്ളട്ടെ, ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന സഹായങ്ങൾ, ഏതൊക്കെ മാർഗങ്ങളിലൂടെ ആ വ്യക്തിക്ക് സഹായങ്ങൾ ലഭിക്കാം, അത് എത്തരത്തിലുള്ളതായിരിക്കും, ഏത് മാർഗത്തിലൂടെ ആയിരിക്കും ആ വ്യക്തിക്ക് കൂടുതൽ സഹായം ലഭിക്കുക, അല്ലെങ്കിൽ എങ്ങനെയുള്ള വ്യക്തികൾ മുഖേനയായിരിക്കും സഹായം ലഭിക്കുക, അത്തരം ചിന്തകൾക്കും നമുക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ദ്രേക്കാണ ചാർട്ടിലൂടെ. അതുപോലെ വീര്യം, ധൈര്യം, എന്തു ചെയ്യണമെങ്കിലും ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, D10 ചാർട്ടും ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അവിടെ അത് ചെയ്യാനുള്ള എനർജി ആവശ്യമാണ്. ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ദ്രേക്കാണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ D3 അല്ലെങ്കിൽ 3ാം ഭാവത്തിലൂടെയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന് ഉപരിയായിട്ട് ഒട്ടേറെ കാരകത്വങ്ങൾ ഈ 3ാം ഭാവത്തിനുണ്ട്. അയൽപ്പക്കം ഒക്കെ ചിന്തിക്കുന്നത് 3ാം ഭാവം കൊണ്ടാണെന്ന് നമുക്കറിയാം. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഒപ്പം തന്നെ എഫേർട്ട്, ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള എഫേർട്ട് എന്ന് നമ്മൾ ഇതിനെ കണ്ടാൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഈ ഭാവത്തെ പഠിക്കുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും. പരിശ്രമം, എഫേർട്ട്, അത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തരം പരിശ്രമങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിജയത്തെ നിർണ്ണയിക്കുന്നതിന് ഈ 3ാം ഭാവത്തിന് വലിയ പങ്കുണ്ട്.
അത് ഏതൊരു വിഷയവുമായിക്കൊള്ളട്ടെ, ഒരു കർമ്മമേഖല ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു പരീക്ഷ, ഒരു മത്സര പരീക്ഷ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൽ നിരന്തരം നിത്യവും നേരിടേണ്ടി വരുന്ന ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറാനുള്ള ആ ഒരു ശക്തി ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ഒപ്പം തന്നെ ദാമ്പത്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് വീര്യസ്ഥാനം എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ സന്താന വിഷയത്തിലും ഈ 3-ാം ഭാവത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്, വീര്യസ്ഥാനമാണ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ഈ ദ്രേക്കാണ ചാർട്ടിന് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ 3-ാം ഭാവത്തെ വളരെ കൃത്യമായിട്ട് പഠിക്കുകയും അതിനുപരിയായിട്ട് അതിൻ്റെ സ്കാൻ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ദ്രേക്കാണത്തെ കൃത്യമായിട്ട് എടുത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഒരു ജാതക ചിന്തയിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു പ്രശ്നചിന്തയിൽ കൂടുതലും അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നു. അതാണ് നമ്മളുടെ അഡ്വാൻസ് സ്റ്റഡിയിൽ കൂടുതൽ ഈ ദ്രേക്കാണ ചിന്തയെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ ഈ ദ്രേക്കാണ സ്വരൂപത്തിൻ്റെ വിശദമായിട്ടുള്ള പഠനത്തിൻ്റെ ആരംഭം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ പഠനത്തിലൂടെ എങ്ങനെയാണ് ഒരു ദ്രേക്കാണ ചാർട്ട് നമുക്ക് തയ്യാറാക്കുവാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കാം, അത് പഠിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ചില പോയിന്റുകൾ, ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് രാശി ചാർട്ടാണ്. ഒരു ഗ്രഹനിലയിലെ അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തെ രാശി ചാർട്ടിന് വളരെയധികം പ്രാധാന്യം. രാശി ചാർട്ട് വേണം. അതോടൊപ്പം അതിൻ്റെ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന കൃത്യമായിട്ടുള്ള ഡിഗ്രികൾ കൂടി നമുക്ക് ആവശ്യമാണ്. ഇന്നത് വളരെ എളുപ്പമാണ്. നമുക്കറിയാം, സോഫ്റ്റ്വെയർ മുഖേനയൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിഗ്രികൾ ലഭിക്കുന്നുണ്ട്. മാനുവലായിട്ട് എടുക്കുന്നതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുക. എന്ത് തന്നെയാലും ശരി, നമുക്ക് ഡിഗ്രികൾ വളരെ പ്രാധാന്യമായിട്ട് ലഗ്നം ഉൾപ്പെടെ മറ്റ് നവഗ്രഹങ്ങളുടെയും ഡിഗ്രികൾ ആവശ്യമാണ്. ഇത്രയുമാണ് നമുക്കത് ഒരു ദ്രേക്കാണം ചാർട്ട് അല്ലെങ്കിൽ D3 ചാർട്ട് തയ്യാറാക്കുവാനായിട്ട് വേണ്ടുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഉദാഹരണ ഗ്രഹനിലയുണ്ട്. നമ്മൾ മുൻപ് D2 ഹോര ചാർട്ടിൽ നമ്മൾ പരിശോധിച്ച അതേ ഗ്രഹനില തന്നെയാണ് ഇവിടെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അതെടുത്തുകൊണ്ട് നമുക്ക് ഒരു ദ്രേക്കാണം ചാർട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില പോയിന്റുകൾ കൂടി പങ്കുവെച്ചുകൊണ്ട് ചാർട്ടിൻ്റെ പ്രാക്ടിക്കലിലേക്ക് നമുക്ക് വരാം. എന്താണ് ദ്രേക്കാണം? D3 ചാർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്, അല്ലേ? 3ന് പ്രാധാന്യം വരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. ഒരു രാശിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് 3-ാം ഭാവത്തെ അല്ലെങ്കിൽ 3-ാം രാശിയെ, 3-ാം ഭാവത്തെ. കാര്യം നമ്മൾ 3-ാം ഭാവത്തെയാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ D3 ചാർട്ടിലൂടെ, ദ്രേക്കാണ ചാർട്ടിലൂടെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാവത്തെ, ആ ഒരു രാശിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ദ്രേക്കാണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു രാശി എന്ന് പറയുന്നത് ടോട്ടൽ 30 ഡിഗ്രിയാണ് എന്നറിയാം, അല്ലേ? അപ്പോൾ 30 ഡിഗ്രി ആകുമ്പോൾ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 10 ഡിഗ്രി വീതമുള്ള സമഭാഗങ്ങൾ ലഭിക്കും. 10 ഡിഗ്രി വീതമുള്ള 3 സമഭാഗങ്ങൾ ലഭിക്കും. എങ്ങനെയെന്നാൽ 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ഒരു ഭാഗമായിട്ടും, പിന്നീട് 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ രണ്ടാമത്തെ ഭാഗമായിട്ടും, പിന്നീട് 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ മൂന്നാമത്തെ ഭാഗമായിട്ടും, അങ്ങനെ 3 സമഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഇതിന് ആദ്യത്തെ 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ 10 ഡിഗ്രി വരെയുള്ള ആദ്യ ഭാഗത്തെ ആദ്യ ദ്രേക്കാണമെന്നും, രണ്ടാമതായിട്ട് 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയുള്ള ഭാഗത്തെ മധ്യ ദ്രേക്കാണമെന്നും, കൂടാതെ ഏറ്റവും അവസാനം 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ വരുന്ന ഭാഗത്തെ അന്ത്യ ദ്രേക്കാണമെന്നുമാണ് പറയുന്നത്. ആ ഒരു പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു D3 ചാർട്ട് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ഈ പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിഗ്രികളുടെ കാര്യമൊക്കെ തന്നെ, ഒരു രാശിയുടെ കാര്യമൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ അറിയാവുന്ന, പഠിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ എളുപ്പമായിരിക്കും ഇത് മനസ്സിലാക്കുവാനായിട്ട്. ഈ ആദ്യ ദ്രേക്കാണം, മധ്യ ദ്രേക്കാണം, അന്ത്യ ദ്രേക്കാണം, ഈ കാര്യം മാത്രം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. നമുക്കതിൻ്റെ പ്രാക്ടിക്കലിലേക്ക് കടക്കാം. അടുത്ത പോയിന്റ് കൂടി മനസ്സിലാക്കിക്കൊണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതെങ്ങനെ ചാർട്ടിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത്? നമ്മൾ ഓരോ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലഗ്നം വരുന്നത് ഈ പറയുന്ന ആദ്യ ദ്രേക്കാണത്തിലാണോ, മധ്യ ദ്രേക്കാണത്തിലാണോ, അന്ത്യ ദ്രേക്കാണത്തിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് അറിയാമെന്നിരിക്കട്ടെ. വളരെ എളുപ്പമാണ്, അല്ലേ? ഡിഗ്രി, ആ ഗ്രഹം നിൽക്കുന്ന ഡിഗ്രി എവിടെയാണോ എന്ന് നോക്കിയാൽ നമുക്കറിയാം. ശരി, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ രാശി ചാർട്ടിൽ അല്ലെങ്കിൽ ദ്രേക്കാണ ചാർട്ടിൽ ഉപയോഗിക്കാം, എങ്ങനെ അടയാളപ്പെടുത്താം? അതായത് നമ്മൾ ആദ്യ ദ്രേക്കാണം എന്ന് പറയുന്ന ഒരു രാശിയുടെ 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തെ അതേ രാശിയിൽ തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു മേടരാശിയാണെന്ന് കരുതുക. മേടരാശിയിൽ ബുധൻ നിൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് 10 ഡിഗ്രിക്ക് ഉള്ളിലാണെങ്കിൽ, 9 ഡിഗ്രിയോ 8 ഡിഗ്രിയോ അങ്ങനെ ഏതെങ്കിലും ഡിഗ്രികളിലാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ബുധനെ മേടൻ രാശിയിൽ തന്നെ ദ്രേക്കാണ ചാർട്ടിൽ അടയാളപ്പെടുത്തണം. ഓക്കെ,
ഇനി അഥവാ 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ മധ്യദ്രേക്കാണത്തിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിലോ 5-ാം രാശിയിലാണ് അടയാളപ്പെടുത്തേണ്ടത്. അതായത് ഉദാഹരണത്തിന് മേടൻ രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് തുടങ്ങി 5-ാം രാശിയിൽ ബുധനെ അടയാളപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ എവിടെ വരും? സ്വാഭാവികമായിട്ടും മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങ രാശിയിൽ അടയാളപ്പെടുത്തുക. 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ചിങ്ങ രാശിയിൽ വേണം ദ്രേക്കാണ ചാർട്ടിൽ നമ്മൾ ബുധനെ അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ വരുന്ന അന്ത്യദ്രേക്കാണത്തിലാണ് അതേ ഗ്രഹം നിൽക്കുന്നതെങ്കിൽ, ബുധൻ നിൽക്കുന്നതെങ്കിൽ ആ രാശിയിൽ നിന്നും 9-ാമത്തെ രാശിയിൽ വേണം അടയാളപ്പെടുത്തുവാനായിട്ട്. ഉദാഹരണത്തിന് മേടരാശിയിൽ ബുധൻ 20 ഡിഗ്രിക്ക് മുകളിൽ അല്ലെങ്കിൽ 30 ഡിഗ്രിക്ക് അകത്താണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ രാശിയിൽ നിന്ന് 9-ാമത്തെ രാശി നമുക്കറിയാം വൃശ്ചികരാശി അഷ്ടമരാശിയാണ്. 9-ാമായിട്ട് വരുന്ന രാശി ധനുരാശിയാണ്. ധനുരാശിയിൽ വേണം ബുധനെ അടയാളപ്പെടുത്തുവാൻ. അല്ലേ? വളരെ സിമ്പിളാണ്. ഇത് മനസ്സിലാക്കിയാൽ 1, 5, 9 ആ ത്രികോണം ഭാവങ്ങൾ അല്ലേ? ത്രികോണം എന്നാണ് 1, 5, 9 പറയുന്നത്. അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അതിൽ ആദ്യദ്രേക്കാണത്തിലാണെങ്കിൽ അതേ രാശിയിലും, മധ്യദ്രേക്കാണത്തിലാണെങ്കിൽ 5-ാം രാശിയിലും, അതിനുശേഷം അന്ത്യദ്രേക്കാണത്തിലാണെങ്കിൽ 9-ാം രാശിയിലും അടയാളപ്പെടുത്തുക. വളരെ സിമ്പിളാണ്. നമുക്കിത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കാം. ഉദാഹരണ ഗ്രഹനിലയിലൂടെ തന്നെ പോകാം. ഏറ്റവും ആദ്യം ലഗ്നം അടയാളപ്പെടുത്താം അല്ലേ? നവഗ്രഹങ്ങൾ മാത്രമല്ല ലഗ്നവും ദ്രേക്കാണത്തിൽ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ നോക്കുക, മിഥുന ലഗ്നം നിൽക്കുന്ന ഡിഗ്രി 3.04 അല്ലേ? 3 ഡിഗ്രിയാണ് വരുന്നത്. 3 ഡിഗ്രി സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇത് ഏത് ദ്രേക്കാണത്തിൽ വരും? ആദ്യ 10 ഡിഗ്രിക്ക് അകത്താണ് അല്ലേ? നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ആദ്യ ദ്രേക്കാണത്തിലാണ് ലഗ്നം നിൽക്കുന്നത് എന്ന്. അപ്പോൾ എവിടെ നമ്മൾ അടയാളപ്പെടുത്തണം? ദ്രേക്കാണ ചാർട്ടിലെ അതേ രാശിയിലായതുകൊണ്ട് അല്ലേ? അതേ രാശിയിൽ തന്നെ ആദ്യ ദ്രേക്കാണത്തിൻ്റെ വരുന്ന ഗ്രഹങ്ങളെയോ ലഗ്നത്തെയോ നമ്മൾ അടയാളപ്പെടുത്തണം. നമുക്കത് ചെയ്യാം. ഇവിടെ മിഥുന രാശിയിൽ തന്നെ ലഗ്നം വരുന്നു ദ്രേക്കാണം ചാർട്ടിൽ. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത നക്ഷത്രത്തിലേക്ക്, അടുത്ത ഗ്രഹത്തിലേക്ക് വരാം. ചന്ദ്രൻ ലഗ്നം കഴിഞ്ഞാൽ ആ ഓർഡറിൽ വരുമ്പോൾ ചന്ദ്രനാണ് അടുത്തതായിട്ട് വരുന്നത്. ചിങ്ങ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അവിടെ നോക്കുക എത്ര ഡിഗ്രിയിലാണ്? 18 ഡിഗ്രി 15 അല്ലേ? സംതിങ് 18, 15. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ദ്രേക്കാണത്തിൽ വരുന്നു? മധ്യദ്രേക്കാണത്തിൽ വരുന്നു. 10 ഡിഗ്രിക്കും 20 ഡിഗ്രിക്ക് അകത്തായതുകൊണ്ട് മധ്യദ്രേക്കാണത്തിലാണ് ചന്ദ്രൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിൽക്കുന്ന രാശിയിൽ നിന്നും 5-ാമത്തെ രാശിയിൽ വേണം ചന്ദ്രനെ അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നോക്കുക, 5-ാമത്തെ രാശി ഏതായിട്ട് വരുന്നു? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനുവാണ് 5-ാം രാശി. സ്വാഭാവികമായിട്ട് നമുക്ക് ദ്രേക്കാണം ചാർട്ടിൽ ചന്ദ്രനെ ധനുരാശിയിൽ വേണം അടയാളപ്പെടുത്തേണ്ടത്. യെസ്, നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് അടുത്ത ഗ്രഹത്തിലേക്ക് വരാം. അടുത്തതായിട്ട് ഓർഡറിൽ വരുമ്പോൾ ബുധനാണ്. ബുധൻ കന്നി രാശിയിൽ 14.49 നിൽക്കുന്നത്. അത് ഡിഗ്രി നോക്കുമ്പോൾ ഏത് ദ്രേക്കാണത്തിൽ വരുന്നു? മധ്യദ്രേക്കാണത്തിലാണ് ബുധൻ വരുന്നത്. മധ്യദ്രേക്കാണത്തിലാകുമ്പോൾ വീണ്ടും ആ രാശിയിൽ നിന്നും 5-ാമത്തെ രാശി കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം 5-ാം രാശി. മകരരാശിയിലാണ് ബുധനെ ദ്രേക്കാണം ചാർട്ടിൽ അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, വളരെ സിമ്പിളാണ് അല്ലേ ഇത്? ഇനി നമുക്ക് അടുത്ത ഗ്രഹത്തിലേക്ക് വരാം. ബുധൻ കഴിഞ്ഞാൽ അടുത്തത് രാഹുവാണ്. രാഹു തുലാം രാശിയിൽ നോക്കുക 2.43 അല്ലേ? 4.43 നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 10 ഡിഗ്രിക്കുള്ളിലാണ്. വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാം. അതേ രാശിയിൽ തന്നെയാണ് സർപ്പനെ അല്ലെങ്കിൽ രാഹുവിനെ അടയാളപ്പെടുത്തേണ്ടത്. ആദ്യ ദ്രേക്കാണത്തിലാണ് രാഹു നിൽക്കുന്നത് എന്നതുകൊണ്ട്. യെസ്, നമുക്ക് രേഖപ്പെടുത്താം. രാഹുവിനെ അതേ രാശിയിൽ തന്നെ, അതായത് തുലാം രാശിയിൽ തന്നെ അടയാളപ്പെടുത്താം ദ്രേക്കാണം ചാർട്ടിൽ. വീണ്ടും അടുത്ത ഗ്രഹത്തിലേക്ക് വരാം. സൂര്യനാണ്. സൂര്യനും തുലാം രാശിയിൽ 2.59 നിൽക്കുന്നത്. ആദ്യ ദ്രേക്കാണത്തിലാണ് സൂര്യൻ. അതുകൊണ്ട് തന്നെ അതേ രാശിയിൽ വേണം സൂര്യനെ അടയാളപ്പെടുത്താൻ ദ്രേക്കാണം ചാർട്ടിൽ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി അടുത്ത ഗ്രഹത്തിലേക്ക് വരാം. തുലാം രാശിയിൽ ആര് നിൽക്കുന്നു? ശുക്രൻ നിൽക്കുന്നു. അവിടെ നോക്കുക എത്രയാണ് ഡിഗ്രി? 19.04. യെസ്, അവിടെ ശ്രദ്ധിക്കുക 19 അല്ലേ? 19 20 അകത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മധ്യദ്രേക്കാണത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേ രാശിയിൽ നിന്നും 5-ാമത്തെ രാശിയിൽ വേണം ശുക്രനെ അടയാളപ്പെടുത്തുവാൻ. നോക്കുക, തുലാം രാശി, വൃശ്ചിക രാശി, ധനുർരാശി, മകരം, കുംഭത്തിൽ വേണം ശുക്രനെ അടയാളപ്പെടുത്തുവാനായിട്ട്. നമുക്ക് ദ്രേക്കാണം ചാർട്ടിൽ ശുക്രനെ അടയാളപ്പെടുത്താം കുംഭം രാശിയിൽ. യെസ്, അടുത്ത ഗ്രഹത്തിലേക്ക് വരാം. ചൊവ്വയാണ്. ചൊവ്വ വൃശ്ചികത്തിൽ നിൽക്കുന്നു. 6.03. സ്വാഭാവികമായിട്ടും ആദ്യ ദ്രേക്കാണമാണ്. അതുകൊണ്ട് തന്നെ അതേ രാശിയിൽ
അടയാളപ്പെടുത്തുക. വൃശ്ചിക രാശിയിൽ ചൊവ്വ ദ്രേക്കാണം ചാർട്ടിൽ. അടുത്ത ഗ്രഹത്തിലേക്ക് വരാം. അതേ വൃശ്ചിക രാശിയിൽ ഗുരു നിൽക്കുന്നു. 20.01 അല്ലേ. നമുക്ക് 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ മധ്യദ്രേക്കാണമാണ്. ഇവിടെ നോക്കുക 20 ഡിഗ്രി കഴിഞ്ഞ് 0.1. ഇനി ഇങ്ങനെയല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഇത് 20.1 ഇല്ലെങ്കിൽ പോലും 20 ഡിഗ്രിയിലാണ് ഗുരു നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അന്ത്യദ്രേക്കാണത്തിൽ തന്നെ അടയാളപ്പെടുത്തണം. അത് വളരെ ശ്രദ്ധിക്കുക. 19 പോയിൻ്റ് സംതിങ് ആണെങ്കിൽ മാത്രമേ മധ്യദ്രേക്കാണത്തിൽ പോവുകയുള്ളൂ. 20 ഡിഗ്രി എന്നത് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ദ്രേക്കാണം, അതായത് അന്ത്യദ്രേക്കാണത്തിൽ വേണം അടയാളപ്പെടുത്തുവാൻ. ഏതൊരു ഗ്രഹമായാലും ശരി, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 10 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും മധ്യദ്രേക്കാണത്തിലേക്ക് വരും ആ ഗ്രഹം. ഇവിടെ 20 ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ട് അന്ത്യദ്രേക്കാണത്തിലാണ് ഗുരു വരുന്നത്. വൃശ്ചിക രാശിയിൽ അന്ത്യദ്രേക്കാണം വന്നാൽ അതേ രാശിയിൽ നിന്ന് 9ാമത്തെ രാശിയിൽ വേണം അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ ഏത് വരും? 9ാം രാശി. നോക്കുക, നേരെ 7ാം രാശി വരുന്നത് ഇടവരാശിയാണ്. 8ാം രാശി മിഥുനം, 9 കർക്കടകം. 9ാം രാശിയായിട്ടുള്ള കർക്കടക രാശിയിൽ നമുക്ക് ഗുരുവിനെ അടയാളപ്പെടുത്താം ദ്രേക്കാണം ചാർട്ടിൽ. ഓക്കെ, പിന്നീട് അടുത്ത ഗ്രഹത്തിലേക്ക് വരാം, ശനിയിലേക്ക്. ശനി നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്. 25 ഡിഗ്രി അല്ലേ, 25.04 അപ്പോൾ വളരെ എളുപ്പമാണ്. അന്ത്യദ്രേക്കാണത്തിലാണ് ശനി നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അന്ത്യദ്രേക്കാണത്തിലാവുമ്പോൾ ഇവിടെയും അവിടെ നിന്നും ആ രാശിയിൽ നിന്നും 9ാമത്തെ രാശിയിൽ വേണം ശനിയെ അടയാളപ്പെടുത്തുവാനായിട്ട്. അതിൻ്റെ 7ാം രാശി എന്ന് പറയുന്നത് ചിങ്ങമാണ്. 8 കന്നി വരുന്നു. 9 തുലാൻ രാശി, ശനിയുടെ ഉച്ചരാശിയായിട്ടുള്ള തുലാൻ രാശിയിലാണ് ശനി ദ്രേക്കാണത്തിൽ വരുന്നത്. അത് അടയാളപ്പെടുത്താൻ നമുക്ക് ശനിയെ തുലാൻ രാശിയിൽ. യെസ്, ഫൈനൽ നമുക്ക് കേതുവാണ് അടുത്തതായിട്ട് വരുന്നത്. മേഢരാശിയിൽ 2.43 അപ്പോൾ ആദ്യ ദ്രേക്കാണമാണ്. വളരെ സിമ്പിൾ. അതേ രാശിയിൽ തന്നെ കേതുവിനെ അടയാളപ്പെടുത്തുക. ദ്രേക്കാണത്തിൽ നാം കേതുവിനെ അടയാളപ്പെടുത്തി മേഢം രാശിയിൽ. നമ്മൾ ലഗ്നം മുതൽ നവഗ്രഹങ്ങളെ പൂർണ്ണമായിട്ട് അടയാളപ്പെടുത്തി അങ്ങനെ ചാർട്ട്, ദ്രേക്കാണം ചാർട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പം തന്നെ ഇത് നമ്മൾ പൂർത്തീകരിച്ചു. അങ്ങനെ D3 ചാർട്ട് അഥവാ ദ്രേക്കാണം ചാർട്ട് ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇനി നമുക്കടുത്തായിട്ട് എന്താണ് വേണ്ടത്? യെസ്, വളരെ ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ പ്രയോഗത്തെ, ഈ ദ്രേക്കാണം ചാർട്ട് എങ്ങനെ നമുക്ക് പ്രയോഗിക്കാം, അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ എങ്ങനെ ഒരു ഗ്രഹ ജാതക ചിന്തയിൽ അല്ലെങ്കിൽ ഒരു ജാതക ചിന്തയിൽ ഒരു വ്യക്തിയുടെ ജന്മഗ്രഹനിലയിലായിക്കോട്ടെ, അതിൻ്റെ ചിന്തയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രശ്ന മെത്തേഡിലായിക്കോട്ടെ, ഇതിനെ എങ്ങനെ എടുത്ത് പ്രയോഗിക്കാം എന്നതാണ് നമ്മൾ ഇനി പഠിക്കുവാൻ പോകുന്നത്. വളരെ പ്രയോജനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു ചാർട്ടിൻ്റെ വിശകലനമാണ്. അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള പോയിൻ്റുകൾ അല്ലെങ്കിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന കൃത്യമായിട്ടുള്ള പോയിൻ്റുകൾ ഊന്നി നിന്നുകൊണ്ടുള്ള പഠനമാണ് അടുത്ത ഘട്ടത്തിൽ. അതിലേക്ക് നമുക്ക് സഞ്ചരിക്കാം അടുത്ത വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.